എയ്ഡ്സ് രോഗി തലയിലായി വട്ടം കറങ്ങി പോലീസ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൊല്ലം പോലീസ് ഒരു ഏണി പിടിച്ചിരിക്കുകയാണ്. കാരണം കൊല്ലം പോലീസ് ഒരു യുവാവിനെ അറസ്റ്റ് ചെയ്തു. അയാൾ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. അയാളുടെ ലഹരി കടത്ത് രീതി ഇങ്ങനെയാണ്: വിദേശത്ത് നിന്ന് ലഹരി ഇൻഡോറിലേക്ക് എത്തിക്കുന്നു, ഇൻഡോറിൽ നിന്നും കൊറിയർ വഴി കൊല്ലത്തേക്ക് എത്തിക്കുന്നു, അവിടെ നിന്ന് വിതരണം ചെയ്യുന്നു. ഇയാളെ പിടിച്ച് വിശദമായി പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി വെളിവാകുന്നത്. എങ്ങനെയാണ് ഈ ഇൻഡോർ അഡ്രസ് ഇയാൾക്ക് ലഭിച്ചത്? അതേക്കുറിച്ച് പോലീസ് അന്വേഷിച്ചപ്പോൾ ഒരു കോളേജ് വിദ്യാർത്ഥിയിലേക്കാണ് എത്തിയത്. ആ കോളേജ് വിദ്യാർത്ഥിയും കൊല്ലം സ്വദേശിയാണ്. അപ്പോ ഇൻഡോറിൽ അദ്ദേഹത്തിന് വീടുണ്ട്. ആ കുട്ടിയുടെ, അതായത് ആ കോളേജ് വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾ പുറത്താണ്, ഇന്ത്യക്ക് പുറത്താണ്. അതുകൊണ്ട് ആ വിലാസത്തിൽ, ഇൻഡോർ വിലാസത്തിൽ വിദേശത്ത് നിന്ന് പല വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ലഹരി മരുന്ന് ഇൻഡോർ വിലാസത്തിലെത്തിക്കുന്നു. അവിടെ നിന്ന് കൊറിയർ വഴി കൊച്ചിയിലേക്ക് എത്തിക്കുന്നു. കളിപ്പാട്ടങ്ങളിൽ പൊതിഞ്ഞാണ് ഈ MDMA എത്തിക്കുന്നത്. കളിപ്പാട്ടങ്ങളാണ് ഇയാൾ കൊറിയർ വഴി അയക്കുന്നത്. അതുകൊണ്ട് കൊറിയർ കമ്പനികൾക്കും വലിയ സംശയം തോന്നിയിരുന്നില്ല. ഇൻഡോറിൽ ഈ വിദ്യാർത്ഥി എത്തുന്നു. അവിടെ നിന്ന് അയാളുടെ താമസ സ്ഥലത്ത് നിന്നും ഈ കളിപ്പാട്ടങ്ങൾക്കകത്ത് ഒളിപ്പിച്ച രീതിയിൽ MDMA കടത്തുന്നു. അത്തരത്തിൽ 101.07 ഗ്രാം തൂക്കം വരുന്ന 177 MDMA ഗുളികയാണ് ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന യുവാവിൽ നിന്നും പിടിച്ചെടുത്തത്. പിന്നീട് ഇയാളെ ചോദ്യം ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കോളേജ് വിദ്യാർത്ഥിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു, അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ പോലീസ് പിടിച്ചിരിക്കുന്നത് വലിയൊരു പുലിവാലാണ്. കാരണം ഇയാളെ സ്വാഭാവികമായും റിമാൻഡ് ചെയ്യുമല്ലോ. അങ്ങനെ കോടതി നടപടികൾക്ക് ശേഷം ഇയാളെ കൊല്ലം പോലീസ് റിമാൻഡ് ചെയ്തു. പക്ഷെ ഇയാളിൽ പല അസ്വാഭാവികതകളും കണ്ടു. അങ്ങനെ ഇയാൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിച്ചു. പരിശോധനയുടെ കൂടുതൽ നടപടികൾക്കായി ഇയാളുടെ രക്തം പരിശോധിച്ചു. രക്തം പരിശോധിച്ചപ്പോൾ പോലീസിന് ഒരു കാര്യം ബോധ്യമായി: ഇയാൾക്ക് എയ്ഡ്സ് രോഗമുണ്ട് എന്നുള്ള കാര്യം. ഇതോടുകൂടി പോലീസ് ആകെ കുഴങ്ങിപ്പോയി. കാരണം ജയിലിൽ പല തടവ് പുള്ളികളുടെ ഒപ്പമാണല്ലോ ഇയാളെ പാർപ്പിക്കുന്നത്. അപ്പോൾ ഒരു എയ്ഡ്സ് രോഗിയെ ഈ മറ്റു തടവുകാർക്ക് ഒപ്പം പാർപ്പിക്കാൻ കഴിയില്ല. അതിന് പ്രത്യേകമായ സെല്ല് വേണം. അങ്ങനെ ഒരു സെല്ല് ഒഴിപ്പിച്ചിട്ട് ഇയാളെ മാത്രമായി ആ സെല്ലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അവിടെ വെറുതെ കിടന്ന തടവുകാർ ഇപ്പോൾ ഇയാളുടെ പേരിൽ മറ്റ് തടവുകാർക്കൊപ്പം തിങ്ങി നിറഞ്ഞ് കഴിയുകയാണ്. ഇയാൾക്കാകട്ടെ ഒറ്റ ഒരു സെല്ല് സ്വതന്ത്രമായി ലഭിക്കുകയും ചെയ്തു. ഇയാൾക്ക് എയ്ഡ്സ് വന്നത് എങ്ങനെയാണെന്ന് പോലീസ് പറയുന്നത് എന്ന് പരിശോധിച്ചാൽ ഈ സിറിഞ്ച് വഴിയാണ് ഇയാൾ പലപ്പോഴും ലഹരി മരുന്ന് കുത്തിവെക്കുന്നത്. MDMA ഓറൽ വഴിയാണ്, അതായത് ഓറൽ ടാബ്ലറ്റ് ആണ് MDMA. ഇയാൾ മറ്റ് ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്ന ആളാണ്. സിറിഞ്ച് വഴി ലഹരി വസ്തുക്കൾ കുത്തിവെക്കുന്ന ആളാണ്. അങ്ങനെ ഈ വിദ്യാർത്ഥിക്കും ഇത്തരത്തിൽ അയാൾ ലഹരി മരുന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ വിദ്യാർത്ഥിയുടെ രക്തപരിശോധനയിൽ ആ വിദ്യാർത്ഥിക്ക് എയ്ഡ്സ് ബാധയില്ല. ഇയാൾക്ക് മാത്രമേ എയ്ഡ്സ് ബാധയുള്ളൂ. വർഷങ്ങളായി അയാൾ ഒറ്റപ്പെട്ടാണ് കഴിയുന്നത്. വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞ് ഒറ്റപ്പെട്ടാണ് കഴിയുന്നത്. അത് അയാൾക്ക് എയ്ഡ്സ് രോഗം ഉണ്ടായതുകൊണ്ടാണ്. ഇക്കാര്യം ജയിലിലെ രക്തപരിശോധന വഴിയാണ് പോലീസ് അറിഞ്ഞത്. അങ്ങനെ ഇയാൾക്കിപ്പോൾ ഒറ്റ സെൽ കിട്ടിയിരിക്കുന്നു. ഒറ്റ സെല്ലിൽ ഇയാൾ ലാവിഷായി കിടന്ന് ഉറങ്ങുകയാണ്. അവിടുത്തെ സെല്ലിലുള്ള അന്തേവാസികൾ മറ്റൊരു സെല്ലിലേക്ക് മാറിയിരിക്കുകയാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന പലരുമുണ്ട്. അത് എയ്ഡ്സ് രോഗബാധിതരായിരിക്കാം, ഒരുപക്ഷെ മാനസിക നില തെറ്റിയവരായിരിക്കാം. ഇങ്ങനെയുള്ളവരുടെയുള്ള പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഈ ഒറ്റപ്പെട്ട് കഴിയുന്ന ഇയാളെ പോലീസ് സംശയിച്ചു തുടങ്ങിയത്. പിന്നീട് ഇയാളുടെ പേരിൽ വരുന്ന ഈ കൊറിയറിനെ കുറിച്ചും പോലീസ് വിശദമായി അന്വേഷണം നടത്തി, രഹസ്യാന്വേഷണം നടത്തി. അങ്ങനെ കൃത്യമായി ഇയാളിലേക്ക് ലഹരി മരുന്ന് എത്തുന്നു, ഇൻഡോറിൽ നിന്ന് എത്തുന്നു എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഒറ്റയ്ക്ക് കഴിയുന്ന ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ പേരുവിവരങ്ങളൊന്നും തന്നെ പുറത്ത് പറയാൻ കഴിയില്ല. കാരണം എയ്ഡ്സ് രോഗബാധിതകളുടെ വ്യക്തി വിവരങ്ങൾ പുറത്തു പറയുന്നത് നിയമപരമായി അത്തരമൊരു സംവിധാനമില്ല. അത് രഹസ്യമായി വെക്കേണ്ടതാണ്. ആ രോഗിയുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് അയാളുടെ പേരുവിവരങ്ങളും വിലാസങ്ങളും ഒന്നും തന്നെ പുറത്തു പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ പേരുവിവരങ്ങളും മറ്റു വിശദാംശങ്ങളൊന്നും തന്നെ പുറത്ത് എത്തിയിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്.
ഇൻഡോറിൽ നിന്ന് ഇയാൾ കൊറിയർ വഴി കളിപ്പാട്ടങ്ങൾക്കകത്ത് MDMA കയറ്റി ഇവിടേക്ക് അയക്കുന്നു. അതിൽ നിന്ന് പിന്നീട് കൊല്ലത്ത് വ്യാപകമായിട്ട് ഈ MDMA വിതരണം ചെയ്യുന്നു. ഇയാളാകട്ടെ MDMA കൂടാതെ ഈ കുത്തിവയ്ക്കുന്ന രാസലഹരിക്ക് അടിമയാണ്. അങ്ങനെ പലരിൽ നിന്നും ഒരുപക്ഷെ ഇയാൾക്ക് കിട്ടിയതായിരിക്കാം ഈ ഒരു എയ്ഡ്സ് എന്ന മാരക രോഗം. ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് ഇയാൾ ആർക്കെല്ലാമാണ് ഇത്തരത്തിൽ ഈ സിറിഞ്ച് കൈമാറിയിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം ഇതൊരു ചെയിനായിട്ട് വരും. ഇയാൾക്ക് എയ്ഡ്സ് രോഗമുണ്ട്, ഇയാൾ മയക്കുമരുന്ന് കുത്തിവെക്കുന്നയാളാണ്. തീർച്ചയായും ഇയാൾ കുത്തിവെച്ച സിറിഞ്ച് ഉപയോഗിക്കുന്നവർക്ക് എയ്ഡ്സ് രോഗം ഉണ്ടാകും. അങ്ങനെ കൊല്ലത്തെ പ്രധാനപ്പെട്ട ഒരു മയക്കുമരുന്ന് ശൃംഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇയാൾ ഉപയോഗിച്ച സിറിഞ്ച് മറ്റാരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായി തന്നെ എയ്ഡ്സ് ബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇയാളുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗിച്ചവരെല്ലാം തന്നെ ആശങ്കയിലാണ്. അവർക്കെല്ലാം തന്നെ എയ്ഡ്സ് ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. എന്തു തന്നെയായാലും പോലീസ് ഒരു വലിയ പുലിവാലാണ് പിടിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ എയ്ഡ്സ് രോഗിയെ പിടിച്ചതോടുകൂടി അയാളുടെ രക്തപരിശോധന നടത്തേണ്ടി വന്നു. അയാൾക്ക് പലവിധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ജയിലിൽ വെച്ച് തന്നെ ഈ രക്തപരിശോധന നടത്തിയത്. ഇനി ജയിലിൽ വെച്ച് ഇയാളുടെ ഏതെങ്കിലും തരത്തിലുള്ള രക്തമോ അല്ലെങ്കിൽ മുറിവിൽ നിന്ന് മറ്റ് സഹതടവുകാരിലേക്ക് അവരുടെ മുറിവിലേക്ക് രക്തം പകർന്നിട്ടുണ്ടെങ്കിൽ അവർക്കും ഈ പറയുന്നത് പോലെ എയ്ഡ്സ് പടരാനുള്ള സാധ്യത ഏറെയാണ്. അങ്ങനെ ഇയാളുടെ ഒപ്പം കഴിഞ്ഞിരുന്ന തടവുകാരും ഇപ്പോൾ ഭീതിയിലാണ്. തങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയിട്ടുണ്ടോ എന്നുള്ള ഭീതിയിലാണ്. എന്തായാലും എയ്ഡ്സിനെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ, രക്തത്തിലൂടെയാണ് ഇത് പ്രധാനമായും പകരുന്നത്. രണ്ടാമത് ലൈംഗിക വൃത്തിയിലൂടെയാണ് ഇത് പകരുന്നത്. അത്തരത്തിൽ രണ്ട് തരത്തിലാണ് പ്രധാനമായും എയ്ഡ്സ് പകരുന്നത്. അങ്ങനെ ഇയാളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവർക്ക് ഈ കുറഞ്ഞ സമയത്തിനകം എയ്ഡ്സ് പകരാനുള്ള സാധ്യത ഇല്ല എങ്കിൽ പോലും തടവുകാർക്ക് പൊതുവെ ഒരു ആശങ്കയുണ്ട്. ഇയാൾക്കൊപ്പം കഴിഞ്ഞ തടവുകാർക്ക് പൊതുവെ ഒരു ആശങ്കയുണ്ട്. എന്തായാലും കൊല്ലം പോലീസ് പിടിച്ചത് വലിയൊരു പുലിവാലാണ്. ഇങ്ങനെ ഒരു ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളെ പിടിച്ചുകൊണ്ടുവന്ന് ജയിലിലിട്ട് പരിശോധിച്ചപ്പോഴാണ് അയാൾക്ക് എയ്ഡ്സ് രോഗം ഉണ്ട് എന്ന് മനസ്സിലായത്. ഉടൻ തന്നെ പോലീസ് അതിനുള്ള പ്രതിവിധിയും കണ്ടെത്തി ഇയാളെ ഇപ്പോൾ ഒറ്റയ്ക്കുള്ള ഒരു സെല്ലിൽ അടച്ചിരിക്കുകയാണ്. അയാളെ സംബന്ധിച്ച് വീട്ടിലായാലും ജയിലിലായാലും ഒറ്റയ്ക്ക് തന്നെയാണ് താമസം. അയാൾക്ക് വേണ്ടതും അത് തന്നെയാണ്. വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചുവെങ്കിൽ കൊല്ലം ജയിലിലും അയാൾ ഒറ്റയ്ക്ക് തന്നെയാണ് താമസിക്കുന്നത്. ഇവിടെ പോലീസ് വലിയൊരു പുലിവാല് പിടിച്ചു. ഒടുവിൽ അത് ഒഴിവാക്കി ഇയാളെ ഒറ്റയ്ക്കൊരു സെല്ലിലേക്ക് മാറ്റി ഒഴിവാക്കിക്കൊണ്ട് ആ തലവേദന ഒഴിവാക്കിയിരിക്കുകയാണ് പോലീസ്. ഇനിയുള്ളത് കേസ് തീരുന്നത് വരെ, ഗുരുതരമായ കുറ്റമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ കേസ് തീരുന്നത് വരെ ഇയാളെ എന്ത് ചെയ്യും? ഒറ്റയ്ക്ക് ഒരു സെല്ലിൽ പാർപ്പിക്കേണ്ടി വരും. കാരണം കോടതി ജാമ്യം അനുവദിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം MDMA കേസാണ്. 177 ഗുളികകളാണ് പിടിച്ചെടുത്തത്. അതുകൊണ്ട് ഈ കേസ് തീരുന്നത് വരെ ഇയാളെ ഒറ്റയ്ക്ക് തന്നെ പാർപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ് പോലീസിന് മുന്നിലുള്ള വലിയൊരു വെല്ലുവിളി. അത് എങ്ങനെയാണ് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായി ഒരുപക്ഷെ കോടതി അതിന് നിർദ്ദേശം നൽകിയിരിക്കാം. ഏതെങ്കിലും എയ്ഡ്സ് പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള നിയമസാധ്യത ഒരുപക്ഷെ പോലീസ് നേടിയിരിക്കാം. അങ്ങനെയുള്ളൊരു നിയമസാധ്യത ഇവിടെ വളരെ കുറവാണ്. കാരണം ഇത് മയക്കുമരുന്ന് കേസാണ്, അല്ലാതെ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി ഇയാളെ ഇടുക എന്നുള്ളതല്ല പ്രശ്നം. പക്ഷേ ഈ കേസ് തീരുന്നത് വരെ, ജാമ്യം കിട്ടി വിചാരണ പൂർത്തിയാക്കി ഇയാളെ ശിക്ഷിക്കുന്നത് വരെ ഇയാളെ ഒറ്റയ്ക്ക് തന്നെ പാർപ്പിക്കേണ്ടി വരും. ഇനി അഥവാ ഈ കേസ് നീണ്ട് ഇതിന്റെ വിധി വന്ന് ഇയാളെ ഏതെങ്കിലും തരത്തിൽ 10-20 വർഷം ഇയാളെ ജയിലിലേക്ക് അയച്ചാലും അവിടെയും പ്രശ്നമുണ്ട്. അവിടെയും ഇയാൾക്ക് ഒരു സെല്ലിൽ കഴിയേണ്ടി വരും, അല്ലെങ്കിൽ എയ്ഡ്സ് രോഗികൾ ഉള്ള സെല്ലിൽ കഴിയേണ്ടി വരും. അങ്ങനെ സെല്ലുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമല്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവിടേക്കായിരിക്കും ഇയാളെ കൊണ്ടുപോവുക. അല്ല എങ്കിൽ ഇയാളെ എവിടെ പാർപ്പിക്കും എന്നുള്ള ചോദ്യവും പോലീസിന് മുന്നിൽ ഇപ്പോൾ വലിയൊരു തലവേദനയായി നിലനിൽക്കുകയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.